പണ്ടൊരു കാട്ടിൽ ഒരു മൂങ്ങ സന്യാസി ജീവിച്ചിരുന്നു. മൂങ്ങ സന്യാസിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു കുരങ്ങൻ, മുയൽ, കരടി, ആന. ഇവർ 4 പേരായിരുന്നു മൂങ്ങ സന്യാസിയുടെ ശിഷ്യന്മാർ. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. എന്റെ പ്രിയ ശിഷ്യരെ, നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ഈ 3 വളയങ്ങൾ ഭൂമിയിലെ 3 വലിയ ശക്തികളായ വായു, ജലം, തീ അവ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയും. ഏത് ആപത്തിൽ നിന്നും ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷിക്കാനും കഴിയും. വരൂ, ഓരോരുത്തരായി വന്ന് വളയം ധരിക്കൂ. കാറ്റിന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആകാശത്തിലൂടെ പറക്കും. ജലത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവൻ രക്ഷിക്കുകയും ഭൂമിയുടെ ദാഹം തീർക്കുകയും ചെയ്യും. തീയുടെ അനുഗ്രഹത്താൽ ഈ കാടിനെ സംരക്ഷിക്കും. ഇത് കണ്ട ആനയ്ക്ക് സങ്കടമായി. അവന് കൊടുക്കാൻ വളയങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ആനക്കുട്ട, നീ വിഷമിക്കരുത്. നിന്റെ ശക്തി തെളിയിക്കാൻ നിനക്ക് ഇതുപോലുള്ള മാന്ത്രിക വലയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. എന്നെ അനുഗ്രഹിച്ചാലൂ. പിന്നൊരു കാര്യം, ഈ വളയത്തിന്റെ ശക്തി അനാവശ്യമായോ മറ്റു ജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചെടുക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുരങ്ങനും മുയലും കരടിയും അവരുടെ കൂട്ടുകാർക്കൊപ്പം അവരുടെ മാന്ത്രിക കഴിവുകൾ മറച്ചു വെച്ചുകൊണ്ട് കാട്ടിൽ സാധാരണ മൃഗങ്ങളെ പോലെ പെരുമാറി. അതേസമയം ബുദ്ധിമാനായ ആന അവന്റെ അറിവ് കൂട്ടുകാർക്ക് വേണ്ടി പങ്കിട്ട് അവരെ സഹായിച്ചു. ഓഹോ, അപ്പോ അവൻ മാത്രം അവന്റെ കഴിവ് വെച്ച് കാട്ടിൽ വലിയ ആളായി. മാന്ത്രിക വളയം കൈവശമുള്ള നമ്മൾ മാത്രം സാധാരണക്കാരെ പോലെ ഇങ്ങനെ ആരും അറിയാതെ നടക്കുന്നു. ശരിയാണ്, ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഉടനെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ തീരുമാനം അറിയിക്കാം. എന്താ? അതെ. അങ്ങനെ അവർ 4 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്താ കൂട്ടുകാരെ, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്താ? എന്തു പറ്റി? എന്താ പ്രശ്നം? എന്റെ സഹായം വല്ലതും വേണോ? ആ, നിന്റെ ഇതുവരെയുള്ള സഹായമൊക്കെ മതി. ഞങ്ങൾ ആരാണെന്ന് ഇനി മറച്ചു വെക്കുന്നില്ല. എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. അയ്യോ, അപ്പോൾ മൂങ്ങ സന്യാസി പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളല്ല, നീയല്ലേ മറന്നത്. നിന്റെ കഴിവ് വെച്ച് കാട്ടിലൊരു നിലയും വിലയും നീ ഉണ്ടാക്കി. ഞങ്ങളോ? എനിക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂങ്ങ സന്യാസി ഇതറിഞ്ഞാൽ നമ്മുടെ മാന്ത്രിക കഴിവുകൾ തിരിച്ചെടുക്കും. എടുത്തോട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. വാ, നമുക്ക് പോകാം. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആനയെ കൂട്ടാതെ തങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. ഞാൻ ഒരു ഐഡിയ പറയാം. എനിക്ക് കിട്ടിയ മാന്ത്രിക വളയത്തിന്റെ ശക്തി തീയാണല്ലോ. ഞാൻ ഈ കാട് മുഴുവൻ കത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ശക്തി മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മാന്ത്രിക ശക്തിയായ കാറ്റിനെ വെച്ച് തീ ആളെ കത്തിക്കാം. എന്നാൽ ഞാൻ അപ്പോഴേക്കും എന്റെ ശക്തിയായ ജലം ഉപയോഗിച്ച് വേഗം തന്നെ ആ തീ കെടുത്താം. ഇല്ലെങ്കിൽ പണി പാളും.
അങ്ങനെ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. അവർ ചെയ്യാൻ പോകുന്നത് ഒരു തീക്കളിയാണെന്ന് അവർ അറിഞ്ഞില്ല. പക്ഷേ അവ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. തീ കെടാതെ ആളിപ്പടർന്നു. പണി പാളിയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? ഒന്നും വേണ്ടിയിരുന്നില്ല. ആനക്കുട്ടനെ വിളിക്കാം. അവന്റെ കയ്യിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധി കാണും. ആനക്കുട്ട, ആനക്കുട്ട. നന്ദിയുണ്ട്. നിന്റെ അറിവും ധീരതയും ഞങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതെ, ഇനി മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കും. നീ ശരിക്കും ഞങ്ങളിൽ ഏറ്റവും ജ്ഞാനിയാണ് പ്രിയ സുഹൃത്തെ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ടോമി, എന്താ ഇത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നേ? കളിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലോണം എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ടോമി, എന്താ മമ്മി? നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. കളി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തെ? കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓ, ഇങ്ങനെ ഒരു ചെക്കൻ. ആ, ജോണോ? എന്താ ജോണേ രാവിലെ തന്നെ? ആന്റി, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകൻ ടോമി പ്ലാസ്റ്റിക് കുപ്പി വേസ്റ്റുകൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. CCTVയിൽ കണ്ടതുകൊണ്ടാണ് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചത്. സോറി ജോൺ, ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാം. മതി ഗെയിം കളിച്ചത്. നീ വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു തുടങ്ങിയല്ലേ? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കവിത എഴുതാൻ പഠിക്കാം. നിങ്ങൾ മനസ്സിൽ തോന്നുന്നത് എന്ത് കുത്തി കുറിക്കൂ. ടീച്ചർ അത് നോക്കി തെറ്റ് തിരുത്തി തരാം. നല്ല കവിതയ്ക്ക് അടിപൊളി സമ്മാനവുമുണ്ട്. ടോമി, എന്താണ് ഈ ചെയ്യുന്നത്? ക്ലാസ്സിൽ ഇങ്ങനെ പേപ്പർ നിലത്തിടാമോ? അത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടൂ. സോറി മിസ്. അച്ഛനും അമ്മയും ഇത് എന്തെടുക്കുകയാ? അതോ, അത് വേസ്റ്റ് കുഴി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് ഇനി മുതൽ ഇതിലേക്കാണ് ഇടേണ്ടത്. അതെന്തിനാ കുഴിയിലിടുന്നത്? ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. റോഡരികിൽ നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ടോമി കണ്ടിട്ടില്ലേ? അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ടോമിക്ക് അറിയാമോ? ഇല്ല. നമ്മൾ എല്ലാവരും നമ്മുടെ ഏരിയ വൃത്തിയാക്കും. അതായത് വേസ്റ്റ് കൊണ്ടുപോയി റോഡിൽ കളയും. അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്ത് കുന്നുകൂടുന്നതാണ്. അതില്ലാതാക്കാൻ നമുക്ക് ഓരോ വീടുകളിൽ ഇതുപോലെ ചെയ്താൽ മതി. സ്ഥലമില്ലാത്തവർ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൃത്യമായി അവരവരുടെ വേസ്റ്റുകൾ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊരു നല്ല ആശയമാണ്. ഞാനും കൂടിക്കോട്ടെ സഹായിക്കാൻ. അതിനെന്താ? ഇനി ഞാൻ വേസ്റ്റ് വലിച്ചെറിയില്ല. വേസ്റ്റ് ഉണ്ടെങ്കിൽ
അതൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടും. ഇതെന്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കും. ഗുഡ് ബോയ്. ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. ഭക്ഷണം കണ്ടാൽ ഉറക്കെ കരയുന്ന കാക്ക, കരച്ചിലു കേട്ടാലോ ഒത്തുകൂടുന്നൊരു കാക്ക. കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കുത്തിയെടുത്തും കാലിൽ കൊരുത്തും, കൊത്തിപ്പറക്കുന്നു തീറ്റ കൊണ്ട്. ചത്തതും കൊത്തും ചീഞ്ഞതും കൊത്തും, നല്ലതും കൊത്തും ചീത്തയും കൊത്തും. കൊക്കിൽ കൊണ്ടത് കൊത്തുന്ന കാക്ക, കൊത്തിപ്പറക്കുന്ന കാക്ക. കൊക്കിൽ കൊണ്ടത് കൊത്തുന്ന കാക്ക, കൊത്തിപ്പറക്കുന്ന കാക്ക. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. അഴുക്കുകളെത്ര കൊത്തിപ്പറന്നാലും വൃത്തിയിൽ കേമനിവൻ. തോടിലും പാടത്തും കിണറിന്റെ വക്കത്തും വെള്ളം കുടിക്കുന്നവൻ. കൊക്കും ചിറകും മുക്കിക്കുളിച്ചും, കൊക്കും ചിറകും മുക്കിക്കുളിച്ചും, തൂവൽ നന്നായി തിളങ്ങുന്ന കാക്ക. കൂട്ടമായെന്നും ഒത്തൊരുമിക്കും, ഭക്ഷണം കണ്ടാൽ മാടി വിളിക്കും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ചു ചേക്കേറിടും. കൂട്ടമായെന്നും പറന്നു നടക്കും, സന്ധ്യയിൽ ഒന്നിച്ചു ചേക്കേറിടും. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും താളത്തിൽ തലയാട്ടി താഴോട്ട് നോക്കുന്ന കാക്ക. അങ്ങോട്ടും ഇങ്ങോട്ടും താളത്തിൽ തലയാട്ടി താഴോട്ട് നോക്കുന്ന കാക്ക. കൊത്തിപ്പറക്കാൻ വയറു നിറയ്ക്കാൻ നോക്കിയിരിപ്പാണ് കാക്ക. കൊത്തിപ്പറക്കാൻ വയറു നിറയ്ക്കാൻ നോക്കിയിരിപ്പാണ് കാക്ക. കാക്ക കാക്ക കറുകറുത്തൊരു കാക്ക, കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. കൊമ്പിലിരിക്കുന്ന കാക്ക, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക. നാളെയാണോ മമ്മിയുടെ ബർത്ത്ഡേ? അടിപൊളി. അപ്പോ ഇപ്പൊ തന്നെ ടോമിയുടെ അമ്മയെ വിളിച്ച് കേക്കിന്റെ കാര്യം പറയാം. ഹലോ, ടോമിയുടെ അമ്മയല്ലേ?
അതേലോ, എന്താ മോളെ വിളിച്ചത്? ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ ഒരു സർപ്രൈസ് കേക്കിന്റെ കാര്യം? അത് നാളെയാണ്. മമ്മിയുടെ ബർത്ത്ഡേ നാളെയാണ്, മറക്കരുതേ. ആണോ? ഇല്ലില്ല, മോള് നാളെ രാവിലെ വന്നോ, ആന്റി റെഡിയാക്കി വെക്കാം. ഓക്കേ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ മമ്മി എന്ന് കേക്കിന്റെ മേലെ എഴുതാൻ മറക്കരുതേ. ഡൺ, ആന്റി ഏറ്റു. അപ്പോൾ ബർത്ത്ഡേ കേക്ക് റെഡി. ഇനി എന്താ പരിപാടി? താങ്ക് യു ആന്റി, മനോഹരമായി ഈ കേക്ക് ഉണ്ടാക്കി തന്നതിന്. ഞാനിത് കൊണ്ടുപോയി വേഗം മമ്മിക്ക് കൊടുക്കട്ടെ. മമ്മിക്ക് എന്തായാലും ഒരു സർപ്രൈസ് ആയിരിക്കും ഇത്. സൂക്ഷിച്ചു കൊണ്ടുപോകണേ. ഞാൻ കൊണ്ടാക്കി തരണോ? വേണ്ട, എനിക്ക് തന്നെ ഇത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം മമ്മിക്ക്. പ്ലീസ് ആന്റി. ഓക്കെ, മോളുടെ ഇഷ്ടം പോലെ. ബൈ ആന്റി, ഞാൻ വിളിക്കാം. ഓ, അപ്പൊ ഇവൾക്ക് വേണ്ടിയാണല്ലേ മമ്മി ഇന്ന് കേക്ക് ഉണ്ടാക്കിയത്. ഇപ്പൊ ശരിയാക്കി തരാം. ജോമി, നിൽക്ക്. എന്താ ഇത്? കേക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? അതല്ല, എന്റെ വീട്ടിൽ നിന്നും എന്റെ മമ്മി ഉണ്ടാക്കിയ കേക്ക് നീ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് നിന്റെ മമ്മി എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കി തന്നത്. ഇന്ന് എന്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അതൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പോൾ ആ കേക്ക് വേണം. വീട്ടിലേക്ക് വാ. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വെച്ച സർപ്രൈസ് ബർത്ത്ഡേ കേക്കാണ്. അവിടെ വെച്ച് അമ്മ കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തരും. എനിക്കിപ്പോ വേണം. താ. ഇല്ല, തരില്ല. എന്ത് പറ്റി മോളെ? എന്തിനാ മോള് കരയുന്നേ? മമ്മിയുടെ സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു അത്. സാരമില്ല, മോള് വിഷമിക്കണ്ട, പോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. എന്തു പറ്റി മോളെ? എനിക്ക് മമ്മിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റും കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നിനക്ക് ഒരു ബർത്ത്ഡേ കാർഡ് മമ്മിക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ? വാ, അച്ഛൻ സഹായിക്കാം. അടിപൊളി ഐഡിയ. താങ്ക് യു ഡാഡി. ഹാപ്പി ബർത്ത്ഡേ മമ്മി. മമ്മിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ, തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കണ്ണീല കൺമശിട്ടത് ആരാ തത്തമ്മേ, എന്നാഴ കയ്യിൽ പാറി വായോ തത്തമ്മേ, എന്നോട് ഇഷ്ടം കൂടാൻ പോനാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോ
കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ